ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 14. ഒരു ശബത്ത് ദിവസം യേശു പരീശ പ്രമാണികളിൽ ഒരാളുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി. അവരോ യേശുവിനെ ശ്രദ്ധയോടെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. നീർവീക്കം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു മനുഷ്യൻ അവിടെ യേശുവിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. ശബത്തിൽ സൗഖ്യമാക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ന് യേശു നിയമപണ്ഡിതന്മാരോടും പരീശന്മാരോടും ചോദിച്ചു. അവരോ മൗനം പാലിച്ചു. അപ്പോൾ അവിടുന്ന് ആ മനുഷ്യൻ്റെ കൈ പിടിച്ച് സൗഖ്യമാക്കി പറഞ്ഞയച്ചു. പിന്നെ അവരോട്, നിങ്ങളിൽ ആരുടെയെങ്കിലും മകനോ കാളയോ ശബത്ത് ദിവസം കിണറ്റിൽ വീണുപോയാൽ പെട്ടെന്ന് തന്നെ അവനെ വലിച്ചു കയറ്റില്ലേ എന്ന് ചോദിച്ചു. ഇതിന് മറുപടി നൽകാൻ അവർക്ക് കഴിഞ്ഞില്ല. ക്ഷണിക്കപ്പെട്ടവർ ഭക്ഷണമേശയിൽ മുഖ്യ സ്ഥാനങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കണ്ടിട്ട് യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. ആരെങ്കിലും നിങ്ങളെ ഒരു വിവാഹ വിരുന്നിന് ക്ഷണിച്ചാൽ മുഖ്യ സ്ഥാനത്ത് പോയി ഇരിക്കരുത്. ഒരുപക്ഷെ നിങ്ങളെക്കാൾ ബഹുമാന്യനായ ഒരാളെ അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ടാകാം. പിന്നെ നിങ്ങളെയും അയാളെയും ക്ഷണിച്ചവൻ വന്ന് ഇദ്ദേഹത്തിന് നിങ്ങളുടെ സ്ഥലം ഒഴിഞ്ഞു കൊടുക്കുക എന്ന് പറയുമ്പോൾ നീ ലജ്ജിതനായി പിറകിലെ സ്ഥലത്ത് പോയി ഇരിക്കേണ്ടി വരും. എന്നാൽ നിങ്ങളെ ക്ഷണിക്കുമ്പോൾ ഒടുവിലത്തെ സ്ഥാനത്ത് പോയി ഇരിക്കുക. അങ്ങനെ നിങ്ങളെ ക്ഷണിച്ചവൻ വന്ന് നിന്നോട്, സ്നേഹിത, മുന്നോട്ട് കയറി ഇരിക്കുക എന്ന് പറയും. അപ്പോൾ വിരുന്നിന് വന്ന എല്ലാവരുടെയും മുമ്പിൽ നിനക്ക് ബഹുമാനമുണ്ടാകും. സ്വയം ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, സ്വയം താഴ്ത്തുന്നവനോ ഉയർത്തപ്പെടും. പിന്നെ യേശു തന്നെ ക്ഷണിച്ചയാളോട് ഇങ്ങനെ പറഞ്ഞു, നീ അത്താഴമോ വിരുന്നോ ഒരുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരന്മാരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ ക്ഷണിക്കരുത്. എന്തെന്നാൽ അവർ നിന്നെയും തിരികെ ക്ഷണിക്കും. അതായിരിക്കും നിനക്കുള്ള പ്രതിഫലം. മറിച്ച് നീ ഒരു വിരുന്ന് നടത്തുമ്പോൾ ദരിദ്രർ, അംഗഹീനർ, മുടന്തർ, അന്ധർ എന്നിവരെ ക്ഷണിക്കുക. എന്നാൽ നീ അനുഗ്രഹീതനാകും. കാരണം പ്രതിഫലമായി നിനക്ക് തരാൻ അവർക്കൊന്നുമില്ലല്ലോ. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. യേശുവിനോടുകൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവരിൽ ഒരാൾ ഇത് കേട്ടിട്ട്, ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്ന ഏതൊരാളും അനുഗ്രഹീതൻ എന്ന് പറഞ്ഞു. അതിന് മറുപടിയായി യേശു പറഞ്ഞത്, ഒരു മനുഷ്യൻ വലിയൊരു വിരുന്നൊരുക്കി അനേകരെ ക്ഷണിച്ചു. വിരുന്നിൻ്റെ സമയമായപ്പോൾ വരിക, എല്ലാം തയ്യാറായിരിക്കുന്നു എന്ന് ക്ഷണിക്കപ്പെട്ടവരോട് പറയാൻ അയാൾ തൻ്റെ ദാസനെ അയച്ചു. എന്നാൽ അവർ എല്ലാവരും ഒരുപോലെ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് തുടങ്ങി. ഒന്നാമത്തെയാൾ അവനോട്, ഞാനൊരു വയൽ വാങ്ങിയതിനാൽ അത് ചെന്ന് കാണേണ്ട ആവശ്യമുണ്ട്. എന്നോട് ക്ഷമിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. മറ്റൊരാൾ, ഞാൻ 5 ജോഡി കാളകളെ വാങ്ങിയിരിക്കുന്നു, അവയെ പരിശോധിച്ച് നോക്കാൻ പോകുകയാണ്. എന്നെ ഒഴിവാക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. വേറൊരാൾ, ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നു, അതിനാൽ വരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ആ ദാസൻ മടങ്ങി വന്ന് ഇതെല്ലാം യജമാനനെ അറിയിച്ചു. അപ്പോൾ ഗൃഹനാഥൻ കോപിച്ച് തൻ്റെ ദാസനോട്, ഇപ്പോൾ തന്നെ നഗരത്തിലെ തെരുവുകളിലും ഇടവഴികളിലും ചെന്ന് ദരിദ്രരെയും അംഗഹീനരെയും അന്ധരെയും മുടന്തരെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞു. പിന്നീട് ദാസൻ, യജമാനനെ അങ്ങ് കൽപ്പിച്ചതുപോലെ ചെയ്തിരിക്കുന്നു, ഇനിയും ഇടമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ യജമാനൻ ദാസനോട്, നീ പെരുവഴികളിലും വേലിയരികുകളിലും ചെന്ന് എൻ്റെ വീട് നിറയേണ്ടതിന് കാണുന്നവരെ എല്ലാം നിർബന്ധത്തോടെ ക്ഷണിക്കുക. ആ ക്ഷണിക്കപ്പെട്ടവരിൽ ആരും എൻ്റെ വിരുന്ന് ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. വലിയ ജനക്കൂട്ടം യേശുവിനോടുകൂടെ പോകുകയായിരുന്നു. അപ്പോൾ യേശു തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, എൻ്റെ അടുത്ത് വരുന്നവൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും, അതെ, സ്വന്തം ജീവനെ തന്നെയും വെറുക്കുന്നില്ലെങ്കിൽ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. സ്വന്തം ക്രൂശ് എടുക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം തന്നെ ഇരുന്ന് ചെലവ് കണക്കുകൂട്ടി അത് പൂർത്തിയാക്കാൻ വേണ്ടതുണ്ടോ എന്ന് നോക്കില്ലേ? അല്ലെങ്കിൽ അയാൾ അടിസ്ഥാനം വിട്ട ശേഷം പൂർത്തിയാക്കാൻ കഴിയാതെ വന്നാൽ അത് കാണുന്നവരെല്ലാം, ഈ മനുഷ്യൻ പണിയാൻ തുടങ്ങി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് അയാളെ പരിഹസിക്കും. ഏതൊരു രാജാവും മറ്റൊരു രാജാവിനോട് യുദ്ധത്തിന് ഏറ്റുമുട്ടാൻ പുറപ്പെടുമ്പോൾ തനിക്കെതിരെ 20,000 പട്ടാളക്കാരുമായി വരുന്നവനെ നേരിടാനുള്ള ശക്തി 10,000 പേരുള്ള തനിക്കുണ്ടോ എന്ന് ആദ്യം തന്നെ ഇരുന്ന് ആലോചിക്കുകയില്ലേ? ഇല്ലെങ്കിൽ മറ്റേ രാജാവ്
അകലെ ആയിരിക്കുമ്പോൾ തന്നെ സ്ഥാനാപതികളെ അയച്ച് സമാധാന ഉടമ്പടിക്കായി അപേക്ഷിക്കും. അതുപോലെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതെല്ലാം വിട്ടുകളയുന്നില്ലെങ്കിൽ അയാൾക്ക് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ഉപ്പ് നല്ലത് തന്നെ, എന്നാൽ ഉപ്പിൻ്റെ രുചി നഷ്ടപ്പെട്ടാലോ അതിനെ പിന്നെ എന്തുകൊണ്ട് രുചിയുള്ളതാക്കാം? മണ്ണിനോ വളത്തിനോ കൊള്ളാത്തതിനാൽ അതിനെ പുറത്തെറിഞ്ഞ് കളയും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ.